രാമാനുജ തേങ്ങ ഉടയ്ക്കണം. ഭഗവാനെ പൊലിപ്പിക്കണേ. എല്ലാം പെട്ടെന്നാണല്ലോ ഈശ്വര. എന്താണ് പട്ടി നീ ഉടച്ചത്? നമസ്കാരം സുഹൃത്തുക്കളെ, ന്യൂജൻ സ്മിത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ തുടങ്ങും മുമ്പേ ഒരു കാര്യം നിങ്ങളെല്ലാവരും അറിയിച്ചുകൊള്ളുന്നു. നമ്മൾ 5000 സബ്സ്ക്രൈബേഴ്സ് തികച്ചിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ സപ്പോർട്ട് ഇനിയും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇന്നിവിടെ നിങ്ങൾക്കായിട്ട് നമ്മൾ സ്ക്രാപ്പ് ഷോപ്പിൽ നിന്നും എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത് ഒരു പവർ സപ്ലൈ ആണ്. ഇത് 12 വോൾട്ട് DC ഔട്ട് തരുന്ന ഒരു പവർ സപ്ലൈ ആണ്. 15 ആംപിയറും നമുക്ക് ഈ പവർ സപ്ലൈയിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നിതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടായിരിക്കും സ്ക്രാപ്പിലേക്ക് പോയത്, ഇപ്പോൾ ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി വർക്ക് ചെയ്തെടുക്കാൻ കഴിയുമോ എന്നാണ് നമ്മൾ ഈ വീഡിയോയുടെ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ ഇത് വർക്കിംഗ് ആവുകയാണെങ്കിൽ നമ്മൾ കാറിലൊക്കെ വയ്ക്കുന്ന കാർ ആമ്പൊക്കെ നമുക്ക് വീട്ടിൽ പ്രവർത്തിക്കാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പവർ സപ്ലൈ എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഇതിൻ്റെ സ്ക്രൂ ഒക്കെ ഒന്ന് ഇളക്കി മാറ്റിയതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത് എന്താണെന്ന് നോക്കാം. ഇതിൽ ആകെ മൊത്തം ഫുള്ള് ഡസ്റ്റാണ്. അത് എന്തുകൊണ്ടെന്നാൽ ഇതിൽ എയറിൻ്റെ സർക്കുലേഷന് വേണ്ടി ക്യാബിനിൽ ഫുള്ള് ഹോൾസാണ് കമ്പനി നൽകിയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം ഓവറായിട്ട് ഇത് ഡസ്റ്റ് പിടിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഡസ്റ്റ് പിടിക്കുന്നത് വഴി ഇതിൻ്റെ കമ്പോണൻസിൻ്റെ ലെഗെല്ലാം ക്ലാവ് പിടിക്കാനും അതുവഴി ഇത് ലെഗെല്ലാം ഒടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വന്നതുകൊണ്ടാവാം ഇത് സ്ക്രാപ്പിലോട്ട് അവർ ഉപേക്ഷിച്ചത്. എന്തായാലും നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള ബോർഡുകളൊക്കെ നമ്മൾ വെള്ളം ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്യാറുള്ളത്. പക്ഷേ ഇത് നമ്മുടെ പവർ സപ്ലൈ യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളൊരു ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുകയാണ് ഇവിടെ. ഇത്തരത്തിൽ ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ തിന്നർ പോലുള്ള കോമ്പണൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലീനിങ് ലിക്വിഡൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇതിൽ കംപ്ലൈൻ്റ് അല്ലാത്ത കമ്പോണൻസിൻ്റെ ലെഗൊക്കെ ഒടിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് മിതമായ രീതിയിൽ നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ടതാണ്. ഈ പവർ സപ്ലൈ ബോർഡ് മൊത്തത്തിൽ ഇതിൽ നിന്നും ക്യാബിനുള്ളിൽ നിന്നും ഇളക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ബോർഡിൻ്റെ ബാക്ക് സൈഡിൽ എന്തെങ്കിലും വിധത്തിലുള്ള ഷോർട്ട് ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഈ ബോർഡ് ക്യാബിനുമായിട്ട് ടച്ച് ആവാത്ത രീതിയിൽ ഇവരൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഉപയോഗിച്ച് ഇതിൻ്റെ ക്യാബിനിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ബോർഡ് തിരികെ സെറ്റ് ചെയ്യുമ്പോഴും ഈ ഷീറ്റ് വയ്ക്കാൻ മറക്കാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പവർ സപ്ലൈ ബോർഡ് നമ്മുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇതിലെ കമ്പോണൻസ് ഏതെങ്കിലും വിധത്തിൽ ഷോർട്ട് ആയിട്ടുണ്ടോ. അതായത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ ബോർഡ് ഏതെങ്കിലും കരിഞ്ഞോ അല്ലെങ്കിൽ ഷോർട്ടായ രീതിയിൽ വല്ല പുകയോ അങ്ങനെയുള്ള നിറവ്യത്യാസമോ ഒക്കെ കണ്ടാൽ നമ്മൾ ആ ഭാഗം കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൽ നമ്മൾ മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി ബോർഡിലിട്ട് നമുക്ക് ഏതെങ്കിലും റെസിസ്റ്റർ ചെക്ക് പോയിന്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു ഡയോഡ് അതിൻ്റെ ലെഗ് ക്ലാവ് പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നമ്മളവിടെ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുമ്പോൾ അത് ബോർഡുമായിട്ട് കണക്റ്റഡ് ആണ്, അതിലും കംപ്ലൈൻ്റ് ഒന്നും കാണുന്നില്ല. പക്ഷേ നമ്മളിപ്പോൾ ഒരു കാര്യം ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഈ കാണുന്ന ഫ്യൂസ് ഇപ്പോൾ നമ്മൾ മാറ്റിയിട്ട ഒരു ഫ്യൂസാണ്. ഇതിൽ മുൻപ് കണ്ടിരുന്ന ഫ്യൂസ്, അതായത് മുമ്പ് ഇതിൽ കണക്ട് ചെയ്യുന്ന ഫ്യൂസ് പോയ രീതിയിലായിരുന്നു ഇരുന്നത്. അപ്പോൾ അത് മാറ്റി നമ്മൾ പുതിയൊരു ഫ്യൂസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കയ്യിൽ ഫ്യൂസ് ഇല്ലെങ്കിൽ ഡയറക്റ്റ് ഏതെങ്കിലും ഒരു വയർ അങ്ങനെ ഷോർട്ട് ചെയ്ത് കൊടുത്താലും ഇത് വർക്ക് ചെയ്യുന്നതാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മറ്റേതെങ്കിലും കോമ്പണൻസ് പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഫ്യൂസ് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ കമ്പോണൻസ് പോകുമ്പോൾ നിങ്ങൾ പിന്നും ഈ ഫ്യൂസ് ഇതിൽ കണക്ട് ചെയ്യുമ്പോൾ ഒരു പൊട്ടിത്തെറിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ഈ കമ്പോണൻസ് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഈ ഫ്യൂസ് പോയിട്ടുണ്ടെങ്കിൽ അത് സോൾഡർ ചെയ്ത് വയ്ക്കേണ്ടതാണ്. ഇനിയിപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇത് പവർ സപ്ലൈ ഇതിലൊന്ന് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതിൽ ഒരു 2 പിൻ വയർ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്താണ് നമ്മൾ പവർ സപ്ലൈ 220 വോൾട്ടിൻ്റെ മെയിൻ നമ്മുടെ പവർ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സ്ക്രൂ ഇളക്കി മാറ്റിയതിന് ശേഷം നമ്മുടെ കയ്യിൽ വശമുള്ള ഒരു 2 പിൻ പ്ലഗ് ഇതിലോട്ട് കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ കൈവശം 2 പിൻ പ്ലഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു 3 പിൻ പ്ലഗാണ് ഇതിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിൽ വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇത് ഓൺ ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾ ഈ കാണുന്ന പോലെ ഒരു 3 പിൻ അഡാപ്റ്ററാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഡയറക്റ്റ് പ്ലഗിൽ കണക്ട് ചെയ്തതിന് ശേഷം ഈ ബോർഡ് ഓൺ ആകുന്നുണ്ടോ, ഇതിൽ LED പ്രകാശിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ബോർഡ് പ്ലഗിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം LED പ്രകാശിക്കുന്നുണ്ടോ എന്ന് നോക്കാം. നിങ്ങൾ കാണുന്നത് പോലെ ഇവിടെ ആ ഗ്രീൻ LED പ്രകാശിക്കുന്നുണ്ട്.
അപ്പോൾ ഈ LED പ്രകാശിക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് ഇത് വർക്കാവുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു LED ഒരു സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ഒരു പഴയ എമർജൻസിയുടെ വലിയൊരു സ്ട്രിപ്പാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് ഇതിൽ നിന്ന് വരുന്ന വയർ കണക്ട് ചെയ്ത് നമ്മൾ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നോക്കിയപ്പോൾ കറക്റ്റ് 12 വോൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ നല്ല ആംബിയർ എടുക്കുന്നുണ്ടോ എന്ന് കൂടി ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ LED ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല രീതിയിൽ പ്രകാശിക്കുന്നുണ്ട്. കൂടുതൽ നേരം ടച്ച് ചെയ്താൽ LED അടിച്ചു പോകുമെന്ന് ഉള്ള സ്ഥിതിയാണ്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പവർ സപ്ലൈ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 15 ആംബിയർ ഇതിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും ഏകദേശം മിനിമം ഒരു 10-12 ആംബിയറെങ്കിലും നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ട്. ഇതുപയോഗിച്ച് നമുക്കൊരു കാർ ആംപ്ലിഫയർ വീട്ടിലത്തേക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് തിരിച്ച് ഈ ബോർഡ് ഈ ക്യാബിനുള്ളിൽ ഫിക്സ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഈ ഷീറ്റ് നമ്മൾ ബോഡിയിൽ ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഏതെങ്കിലും വിധത്തിൽ ഈ ബോഡിയുമായിട്ട് കോണ്ടാക്ട് വന്നാൽ ബോർഡ് ഷോർട്ട് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരത്തിൽ ഈ ക്യാബിനുള്ളിൽ ഷീറ്റ് സെറ്റ് ചെയ്ത ശേഷം നമുക്ക് ഈ ബോർഡ് ഇതിലോട്ടൊന്ന് ഫിക്സ് ചെയ്യാം. ബോർഡ് ഫിക്സ് ചെയ്യുമ്പോഴും നമ്മൾ കറക്റ്റ് അലൈൻമെൻ്റ് എല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം ബോർഡ് ഫിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ക്യാബിനിൽ സൂട്ടാവുന്ന രീതിയിൽ ബോർഡ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്ക്രൂ ഇതിലോട്ട് പിടിപ്പിക്കാം. കാരണം ഈ സ്ക്രൂ പിടിപ്പിച്ചതിന് ശേഷം നമുക്കിതിൽ മോസ്ഫെറ്റ് IC വരുന്നുണ്ട്. അത് ഈ ക്യാബിനിലോട്ട് കറക്റ്റ് ആവുന്ന രീതിയിൽ പ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ മോസ്ഫെറ്റ് ഇതിൽ പിടിപ്പിക്കുന്ന നേരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബോഡിയുമായിട്ട് കോണ്ടാക്റ്റ് ആവാത്ത രീതിയിൽ വേണം ഈ മോസ്ഫെറ്റ് ഇതിലോട്ട് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാൻ. കാരണം ഇതിനകത്തൊരു ഷീറ്റ് അവർ തരുന്നുണ്ട്, ചെറിയൊരു ഷീറ്റ്. ആ ഷീറ്റ് ഇതിൽ പിടിപ്പിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇതിൽ സ്ക്രൂ ചെയ്ത് വാഷറിട്ട് പിടിപ്പിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഇത് ബോഡിയിൽ കോണ്ടാക്റ്റ് ആവുകയും മോസ്ഫെറ്റ് ബേണായി പോകാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ ബോർഡെല്ലാം ഇതിൽ കറക്റ്റ് സൂട്ട് ചെയ്തതിനു ശേഷം ബാക്കി സ്ക്രൂകളും കാര്യങ്ങളുമെല്ലാം ഇതിൽ ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്രണ്ട് ക്യാബിൻ്റെ ആ യൂണിറ്റ് കൂടി ഇതിൽ സെറ്റ് ചെയ്തിട്ട് നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ നേരത്തെ പോലെ വർക്കിംഗ് ആണ്. കാരണം നമ്മൾ ആ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പ്ലഗിൽ കൊടുത്ത് ഓണാക്കുന്നത് നമ്മൾ ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇത്തരത്തിലുള്ള വീഡിയോകളാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മളിവിടെ പ്ലഗിൽ കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഓൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം അവസാനമായിട്ട്. അപ്പോൾ ഓണാകുമ്പോൾ ഗ്രീൻ LED പ്രകാശിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇത് ഓണാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും ഗുഡ് ബൈ.